ഹായ് ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സേമിയ പായസമാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തമ്മനയിൽ കണ്ട പോലെ തന്നെ. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ ഒരു 3 ഏലക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റിൻ്റെ ഒരു ഹാഫാണ് ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ആ പാത്രത്തിൽ തന്നെ ഇട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തീരുമാനമൊക്കെ മാറ്റി വേറെ പാത്രത്തിലോട്ടാക്കി. സോ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അലോങ് വിത്ത് മൈ സിസ്റ്റർ. അപ്പം സേമിയ പായസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മലയാളീസിൻ്റെ ഫേവറേറ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഞാനിത് ജവ്വരിയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജവ്വരി സേമിയ പായസമാണ്. നല്ല അടിപൊളിയാണ്. പ്ലസ് അതിൻ്റെ സ്പെഷ്യാലിറ്റി കാരമലൈസ്ഡ് ആണ്. അപ്പോൾ കാരമൽ സേമിയ ജവ്വരി പായസമാണ് ഉണ്ടാക്കുന്നത്. വൺ ഓഫ് മൈ വെരി ഫേവറേറ്റ് ഡിഷ് ഇൻ പായസം. സോ എനിവേസ് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് നെയ്യിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആദ്യം കാരമലൈസ് ചെയ്ത് തുടങ്ങിയിട്ട് ഈ ഒരു പ്രോസസ്സ് വേറെ ഇതിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു പാനിൽ തന്നെ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആയി വരുമ്പം എടുക്കുന്നുണ്ട്. പിന്നെ മുന്തിരിക്കാണെങ്കിൽ ഒന്ന് ചീർത്ത് വരുമ്പോൾ അതും എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സെയിം പാനിലോട്ട് തന്നെയാണ് ഞാൻ കാരമലൈസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ആണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ അത് കുറവായിരുന്നു കേട്ടോ. ഞാനൊരു ഹാഫ് പാക്കാണ് എടുത്തതെന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് അടക്കം കളർ വരുന്നില്ലായിരുന്നു. അപ്പോൾ മധുരം കൂടുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഞാൻ അത് കഴിഞ്ഞ് ലാസ്റ്റ് വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് കാരമലൈസ് ചെയ്ത് ചേർത്തപ്പോഴാണ് കളർ കറക്റ്റ് ആയത് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഒരു 5 to 6 ടേബിൾ സ്പൂണോളം തന്നെ നിങ്ങൾക്ക് കാരമലൈസ് ചെയ്യാൻ വേണ്ടി എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ നോർമൽ പായസം ഉണ്ടാക്കുന്നത് കാരമൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്താലും മതി കേട്ടോ. ബാക്കി ഇതിലുള്ള അതേപോലെ തന്നെ ചെയ്താലും നല്ല അടിപൊളി പായസമാകും. എനിക്ക് കാരമൽ ഒന്നുകൂടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രം. ഇനി അടുത്ത ഇതിലോട്ട് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. പായസത്തിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ ഏറ്റവും സ്മോൾ ടിന്നിൻ്റെ ഒരു ഹാഫ് ടിന്നോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് പകുതി സേമിയ എടുക്കും കൊണ്ട് ആ ഒരു ഇതിൽ ഹാഫ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പാലിക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കാരമൽ ഒന്ന് കട്ടിയായി വരും. അത് ചൂടൊന്ന് ബാലൻസ്ഡ് ആകുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. ഇതൊരു ഓറഞ്ച് കളറായി കഴിഞ്ഞാൽ പിന്നെ അത് വെക്കേണ്ട കേട്ടോ. പിന്നെ നമുക്ക് നേരെ പാലൊഴിക്കാം. പാലൊഴിക്കുമ്പോഴും ഇതേപോലെ ഒന്ന് കട്ടിയാവും. അപ്പം ഞാൻ ആദ്യം ഒരു പാക്കറ്റ് പാലൊഴിച്ചതിന് ശേഷം പിന്നെ അതൊന്ന് റെഡി ആയിട്ടാണ് അടുത്ത പാക്കറ്റ് പാലൊഴിക്കുന്നത്. പിന്നെ നിങ്ങൾക്കിത് ആദ്യമേ ചൂടാക്കി വെച്ച പാൽ ഒഴിക്കാം, കുഴപ്പമില്ല. ഞാൻ ഇതിൽ തന്നെ തിളയ്ക്കുമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഒരു അര സേമിയയ്ക്ക് 1 ലിറ്റർ പാൽ ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ആ പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഞാനിവിടെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. റോസ്റ്റഡ് സേമിയ അല്ല, റോസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിലോട്ട് കുറച്ച് ജവ്വരി കൂടി ചേർക്കുന്നുണ്ട്. ഞാനിത് റോസ്റ്റ് ചെയ്തിട്ടാണ് ജവ്വരി ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ ഒന്നുകൂടി പെർഫെക്ഷൻ വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് അലിയിപ്പിച്ച് മീൻസ് കുതിർത്ത് എടുക്കുമ്പോഴാണ് ജവ്വരി പെർഫെക്ഷനിൽ വരിക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പം ആ പാലിൽ കിടന്ന് വേവാൻ ജവ്വരി ടൈം എടുക്കും. ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ കുതിർത്തുമ്പം അതാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ. പിന്നെ നോക്കി ആ ഒരു ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഡിസോൾവ് ആയിട്ടുണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ കാരമലും ഗീയും കട്ട പിടിച്ചതൊന്നും ഇല്ലാതെ ആ പാലിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പാല് ടെമ്പറേച്ചറൊക്കെ മാച്ചായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാല് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു സേമിയ കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുന്നത് നല്ലത്. അല്ലെങ്കിൽ പാലങ്ങ് ആകെ വറ്റിപ്പോവും. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ സേമിയ ആട്ട് വേവത്തുമില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. ഇനി ഇതിൻ്റെ വേവ് ആവും വേണം, പക്ഷേ നമ്മൾ ലിക്വിഡ് കുറയാനും പാടില്ല. ആ രീതിയിൽ ഞാൻ ലോയിലിട്ടിട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് മധുരമൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മധുരമൊക്കെ ടേസ്റ്റ് ചെയ്ത് കറക്റ്റല്ലേ നോക്കുക. അല്ലെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അപ്പോൾ കളറ് കുറഞ്ഞ സമയത്ത് ഞാൻ ഈ ഒരു സമയത്താണ് വീണ്ടും കുറച്ച് കാരമൽ ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ നെസസറി എന്തൊക്കെയാണ് അതിനാവശ്യമുള്ളതെന്നെല്ലാം നോക്കിയിട്ട് ചെയ്യുക. പിന്നെ 3 ഏലക്ക പൊട്ടിച്ചാണ് ഇട്ടിട്ടുള്ളത്. പൊടി നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ നെയ്യിൽ ഇതാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്തു. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പായസം. ഇനി കുറുക്കം കൂട്ടുക കുറയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. സേമിയ ജവ്വരി വെന്ത് കിട്ടണം. ആ രീതിയിൽ നമ്മൾക്കത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ടോ വ്ളോഗായിട്ടോ ഒക്കെ ഇനിയും വരാം. അതുവരേക്കും ബൈ ഡിയേഴ്സ്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ്, ആൻഡ് ബൈ ബൈ.